നിർമ്മാണം പൂർത്തിയായിട്ടും ഉദ്ഘാടനത്തിന് വകുപ്പ് മന്ത്രിയുടെ സമയം ലഭിക്കാത്തതിനാൽ ടൂറിസം പദ്ധതി പ്രവർത്തനം ആരംഭിക്കാൻ വൈകുന്നു. രാജാക്കാട് ശ്രീനാരായണപുരം വിനോദസഞ്ചാര കേന്ദ്രമാണ് നിർമ്മാണം പൂർത്തിയായി 1 വർഷം പിന്നിട്ടിട്ടും സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കാത്തത്. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും രാജാക്കാട് വെള്ളത്തൂവൽ പഞ്ചായത്തുകളുടെയും സ്വപ്ന പദ്ധതിയായിരുന്നു ഇത്. നിർമ്മാണം പൂർത്തിയായി 1 വർഷം കഴിഞ്ഞിട്ടും ശ്രീനാരായണപുരത്തെ ഈ വിനോദസഞ്ചാര കേന്ദ്രം സഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. സഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നുള്ള നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ദീർഘനാളായുള്ള ആവശ്യം പരിഗണിച്ചായിരുന്നു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പദ്ധതിക്ക് രൂപം നൽകിയത്. പടിപടിയായി പദ്ധതി പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം. 1,08 ലക്ഷം രൂപ ഇതിനായി വകയിരുത്തുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ പുഴയിറമ്പിലൂടെ സുരക്ഷിതമായി നടക്കുന്നതിനുള്ള പാത, പവലിയൻ, ശൗചാലയങ്ങൾ, വിശ്രമകേന്ദ്രം, ലഘുഭക്ഷണശാല തുടങ്ങിയവ നിർമ്മിച്ചു. 58 ലക്ഷം രൂപയാണ് ഇതിനാവശ്യമായി വന്ന ചെലവ്. 1 വർഷം മുൻപ് കെട്ടിടങ്ങളുടെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികളും പൂർത്തിയാക്കിയിരുന്നു. കുടിവെള്ളം, വൈദ്യുതി എന്നിവയും ലഭ്യമാക്കി. പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി മന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്തു കൊള്ളാമെന്ന് ജില്ലാതല ഉദ്യോഗസ്ഥർക്ക് ഉറപ്പും നൽകിയിരുന്നു. ഇതുപ്രകാരം കഴിഞ്ഞ ഓഗസ്റ്റ് 25-ന് ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നുവെങ്കിലും മന്ത്രിയുടെ അസൗകര്യ നിമിത്തം മാറ്റിവെക്കുകയായിരുന്നു. ഉദ്ഘാടനത്തിനെത്താൻ വകുപ്പ് മന്ത്രി ഇപ്പോഴും തയ്യാറാകാത്തതാണ് വിനോദസഞ്ചാര കേന്ദ്രം ഇങ്ങനെ അടഞ്ഞുകിടക്കുന്നതിന്റെ കാരണം. ഈ 2015 ഓഗസ്റ്റിൽ അത് 58 ലക്ഷം രൂപ മുടക്കി പണി പൂർത്തീകരിച്ച ആ പദ്ധതി ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മന്ത്രിയുടെ സൗകര്യം പ്രമാണിച്ചാണ് നിലവിൽ ഇത് മാറ്റിവെച്ചതെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പദ്ധതി വെച്ച് താമസിപ്പിക്കുന്നത് ഈ നാടിന്റെ വികസനത്തിന് ഒരു മുരടിപ്പാണ്. മുതിരപ്പുഴയ്ക്ക് 30 മീറ്ററിലധികം വീതിയുള്ള ഈ ഭാഗത്ത് നിരന്നുകിടക്കുന്ന ഉരുളൻ പാറക്കെട്ടുകൾക്കിടയിലൂടെ ജലം കുത്തിയൊഴുകുന്നതാണ് ഇവിടുത്തെ സവിശേഷ കാഴ്ച. ഇതിന് തൊട്ടു താഴെയുള്ള 3 വെള്ളച്ചാട്ടങ്ങളും വന്യ സൗന്ദര്യം നിറഞ്ഞവയാണ്. പ്രശാന്തമായ അന്തരീക്ഷവും ജലാംശം നിറഞ്ഞ കാറ്റും മായികമായ ആകർഷണമാണ് സൃഷ്ടിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളിൽ ആദ്യത്തേതിന് 150 അടിയിലേറെ ആഴവുമുണ്ട്. ഈ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും സമയം ചെലവഴിക്കുന്നതിനുമായി ദിവസവും 100 കണക്കിന് വിനോദസഞ്ചാരികൾ ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് പദ്ധതി പ്രദേശത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ നിർമ്മാണം പൂർത്തിയായ വിനോദസഞ്ചാര കേന്ദ്രം എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സന്ദീപ് രാജാക്കാടിനൊപ്പം റിപ്പോർട്ടർ, ഇടുക്കി.